തിരുവനന്തപുരം ജില്ലയിലെ വർക്കല ക്ലിഫുമായി ബന്ധപ്പെടുത്തി വർക്കല കടലിൻ്റെ ഭാഗത്തുള്ള ക്ലിഫുമായി ബന്ധപ്പെടുത്തി, അതായത് അവിടുത്തെ കുത്തനെ ചരിഞ്ഞു കിടക്കുന്ന ഒരു പ്രദേശവുമായി ബന്ധപ്പെടുത്തി മലയിടുക്കെന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ. ക്ലിഫ് എന്ന് പറയുമ്പോൾ കൃത്യമായ ആളുകൾക്ക് മനസ്സിലാവും. വർക്കല ക്ലിഫ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അവിടെ പോയിട്ടുള്ളവർക്ക്. അതിൻ്റെ അടുത്ത് ടൂറിസം പ്രവർത്തനങ്ങളൊക്കെ നടത്തി കളക്ടർ ചില ഓർഡറൊക്കെ കൊടുത്തു. വലിയ വിവാദമായിരുന്നു. വിവാദമായപ്പോൾ തന്നെ പല സംഘടനകളും സന്നദ്ധ സംഘടനകളും അതിനകത്ത് അവിടെ കൊണ്ട് പരാതി കൊടുത്തു. അത് അവർ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെത്തിച്ചു, പിന്നെ അതുപോലെ ജിതേന്ദ്ര സിംഗിൻ്റെ ഓഫീസിൽ, മന്ത്രിയുടെ ഓഫീസിലെത്തിച്ചു. ഇതെല്ലാം ഒരുപാട് ഫാക്സുകളും മെസ്സേജുകളും ഇമെയിലുകളും വാട്സപ്പുകളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. അവസാനം സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അതിനകത്ത് ഇടപെടുകയും അദ്ദേഹം വർക്കല വരികയും പോയി കാണുകയും കളക്ടറെ ഇടപെടുകയൊക്കെ ചെയ്തുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് ആവശ്യമായ റിപ്പോർട്ട് വന്ന് അങ്ങനെ സ്റ്റഡി ടീമൊക്കെ വന്ന് ആർക്കിയോളജിക്കാർ അവിടെ പോയി, പിന്നെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്കാർ പോയി, പിന്നെ അങ്ങനെ ഒരുപാട് ആളുകൾ അവിടെ പോയി പഠനങ്ങളൊക്കെ നടത്തി. വലിയ ഒരു വിവാദം, തർക്കമൊക്കെ അന്നുണ്ടായി. പക്ഷേ അതങ്ങനെ അങ്ങ് പോയെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ കിട്ടുന്ന വിവരങ്ങൾ അവർ കൃത്യമായത് ഫോളോ അപ്പ് ചെയ്ത് കൊണ്ടുപോകും. അങ്ങനെ 1958 AMASR ആക്ട് ഉണ്ട്. ആ ആക്ട് അനുസരിച്ചാണ് ഏൻഷ്യൻ മോണുമെൻറ്റ്സ് എല്ലാം പ്രിസർവ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മുടെ താജ്മഹൽ ആയാലും, ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രദേശങ്ങളായാലും, കുതിരമാളിക ആയാലും, അതുപോലെ തന്നെ പത്മനാഭപുരം കൊട്ടാരമായാലും, അങ്ങനെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മോണുമെൻറ്റ്സ് എല്ലാം, പഴയ മോണുമെൻറ്റ്സ് എല്ലാം പ്രിസർവ് ചെയ്യുന്നത് 1958 ഒരു ആക്ട് അനുസരിച്ചാണ്. ആ ആക്ടിനെ ഇപ്പോൾ മാറ്റാൻ പോവുകയാണ്, നന്നായി അമെൻഡ് ചെയ്യാൻ പോവുകയാണ്. ഇനിയിപ്പോൾ വർക്കല ക്ലിഫ് പോലുള്ള ഹെറിറ്റേജ് സൈറ്റുകളാവട്ടെ, പിന്നെ പാരമ്പര്യമുള്ള മോണുമെൻറ്റ്സ് ആകട്ടെ, ഇതൊക്കെ തൊടുന്നതിന് ബുദ്ധിമുട്ട് വരും. ദ ജിയോ ഹെറിറ്റേജ് സൈറ്റ്സ് ആൻഡ് ജിയോ റിലേസ് പ്രിസർവേഷൻ ആൻഡ് മെയിൻ്റനൻസ് ബില്ല് 2025 ഇപ്രാവശ്യം വരാൻ പോകുന്ന മൺസൂൺ സെക്ഷനിൽ, ഇപ്പോൾ ആഗസ്റ്റിൽ ആരംഭിക്കാൻ പോകുന്ന മൺസൂൺ സെക്ഷനിൽ ഇത് വരാൻ പോവുകയാണ്, പാർലമെൻറ്റിൽ വരാൻ പോവുകയാണ്. അപ്പോൾ അത് ആകാനുള്ള സാധ്യത. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് BJPക്ക് അത് അപ്പർ ഹാൻഡ് ഉള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ട് അവർ വയ്ക്കുന്ന ബില്ലുകളെല്ലാം പാസ്സാവും. അപ്പോൾ മറ്റ് ഒരുപാട് ബില്ലുകൾ വരുന്നുണ്ട്. അക്കൂട്ടത്തിലൊരു ബില്ലായി വരുന്നതാണ് ദി ജിയോ ഹെറിറ്റേജ് സൈറ്റ്സ് ആൻഡ് ജിയോ റിലേസ് പ്രിസർവേഷൻ ആൻഡ് മെയിൻ്റനൻസ് ബില്ല് 2025. ഇത് പാസ്സായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വർക്കല ക്ലിഫ് പോലുള്ള നമ്മുടെ ഒരുപാട് സംവിധാനങ്ങളെ നമുക്ക് മെച്ചപ്പെടുത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും നമ്മുടെ രാജ്യത്തെ ഇപ്പോൾ തിരുവനന്തപുരത്തുള്ളൊരു സന്നദ്ധ സംഘടന, വെറ്റ്ലാൻഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടന ഇതിനകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ആളുകൾ ഇതിനകത്ത് ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ബന്ധപ്പെട്ടിട്ട് ഈ കേസുകളെല്ലാം കൂടി ഇങ്ങനെ വന്നപ്പോൾ അത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ വരികയും സർക്കാർ അടിയന്തരമായി ഇതിനകത്തൊരു നടപടി ഉണ്ടാവുകയും ചെയ്യുന്നു. കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽ കാര്യങ്ങൾ വന്നാൽ പെട്ടെന്ന് നടപടി ഉണ്ടാവുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഇന്ത്യൻ റെയിൽവേയുടെ വേളി പിന്നെ പ്രദേശത്തുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഡംപിങ് യാർഡിൽ ധാരാളം വേസ്റ്റ് കിടക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ തിരുവനന്തപുരം ആമയഴഞ്ചാൻ തോടിലെ വേസ്റ്റുമായി ബന്ധപ്പെട്ട ഒരാൾ മരിച്ചല്ലോ, ഒരു തൊഴിലാളി മരിച്ചപ്പോൾ അതിൻ്റെ അനുബന്ധമായി വന്ന വാർത്തകളുടെ ഭാഗമായി തിരുവനന്തപുരത്തുള്ള സന്നദ്ധ സംഘടനകൾ പലരും ഇതുപോലത്തെ കേസുകളിൽ ഇടപെട്ടു. അവസാനം അത് ശരിയായി വന്നു. ഇപ്പോൾ അവിടുത്തെ ഡംപിങ് യാർഡിലെ മുഴുവൻ വേസ്റ്റ് മാറ്റുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മൾ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു, അത് ഞാൻ മറ്റേ ചാനലിലാണ്, ഗ്രീൻ ഗ്ലോബൽ ചാനലിൽ ചെയ്തിരുന്നു. അതായത് മലപ്പുറത്ത് പിന്നെ മരങ്ങളിലിരുന്ന സമയത്ത് ആ മരം മുറിച്ച് പക്ഷികൾ കുറേ മരിച്ചുപോയി. അതിനെതിരെ ഒരു വീഡിയോ ഒക്കെ ചെയ്ത്, ഇംഗ്ലീഷിൽ തന്നെ വീഡിയോ ചെയ്ത് നിതിൻ ഗഡ്കരിക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ അവരുടെ ഓഫീസിന് അയച്ചപ്പോൾ അത് അവർ കേൾക്കാനും ഒക്കെ സാധ്യതയുണ്ടായി, കേട്ടു. അങ്ങനെ പുതിയ നിയമം വന്നു. ഈ പക്ഷികളും ഇതൊക്കെ ഇരിക്കുമ്പോൾ പിന്നെ വേറെ പലരും അതിനകത്ത് ഇടപെട്ടു. ഞാൻ മാത്രമല്ല, ഒത്തിരി ആളുകൾ, നമ്മുടെ പരിപാടി മാത്രമല്ല, ഒത്തിരി ആളുകൾ, പരിസ്ഥിതി പ്രവർത്തകരും പരിസ്ഥിതി സ്നേഹികളൊക്കെ ഒത്തിരി ആളുകൾ ഇടപെട്ടു. പക്ഷേ എന്തായാലും ഒരു പുതിയ നിയമം വന്നു, ചട്ടം വന്നു. ഇങ്ങനെ മരങ്ങളിൽ പക്ഷികളൊക്കെ ഇരിക്കുകയാണെങ്കിൽ ആ മരം മുറിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള ഒരുപാട് നിയമങ്ങൾ അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽ വരുന്ന ഇത്തരം നിയമങ്ങൾ വരുന്നുണ്ട് പുതിയ. എന്തായാലും ഇപ്പോൾ മനോഹരമായ നിയമം വന്നിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഹെറിറ്റേജ് സൈറ്റുകളും അതുപോലെ തന്നെ ജിയോ പ്രാധാന്യമുള്ള, ഭൂമിശാസ്ത്രപരമായി പ്രാധാന്യമുള്ള, നൂറ്റാണ്ടുകളായി പ്രാധാന്യമുള്ള സൈറ്റുകളൊക്കെ പരിരക്ഷിക്കുവാനും മെയിൻറ്റെയിൻ ചെയ്യുവാനുള്ള വലിയൊരു ഉത്തരവ് വരുന്നുണ്ട്, ഒരു ബില്ല് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ബില്ല് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആക്ട്, ചട്ടം എല്ലാം താഴേക്ക് ഇങ്ങനെ വരും. അതിൻ്റെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ എല്ലാം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സംസ്ഥാനങ്ങൾക്കും അത് കൊണ്ടുപോകും. നമ്മുടെ വനസമ്പത്ത് അങ്ങനെയാണ് സംരക്ഷിച്ചത്, ജലസമ്പത്ത്, ഇങ്ങനെ ഓരോ കാലഘട്ടത്തിൽ ഇങ്ങനെ ബില്ലുകളും പിന്നെ ആക്റ്റുകളും ഒക്കെ വന്നിട്ടാണ് നമുക്ക് നമ്മുടെ രാജ്യത്തെ സംരക്ഷിച്ചെടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഹെറിറ്റേജ് മേഖലയിൽ ഇങ്ങനെ ഒരു സംരക്ഷണം കിട്ടുന്നു എന്നുള്ളത് ഒരു നൂതന വാർത്തയാണ്. 2025 ഓഗസ്റ്റ് സെക്ഷനിലെ മൺസൂൺ സെക്ഷനിലെ പാർലമെൻറ്റ് സെക്ഷനിൽ ഇതും ബില്ലാകുന്നു. വളരെ മനോഹരമായ ഒരു കാര്യമാണ് നടക്കുന്നത്. അങ്ങനെ നമ്മുടെ നാട്ടിലെ ജിയോ ഹെറിറ്റേജ് സൈറ്റുകളെല്ലാം പരിരക്ഷിക്കപ്പെടട്ടെ. പ്രത്യേകിച്ച് അത് തലമുറകൾ പഠിക്കേണ്ടതാണ്, ചരിത്രമാണ്, പുരാവസ്തുവാണ്. അതങ്ങനെ നശിപ്പിച്ച് കളയാനുള്ളതല്ല, നമ്മുടെ പൈതൃകം കൂടിയാണ്. അതിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യത തന്നെയാണ്.